കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LDC, LPUP, LGS എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ 12ാമത്തെ ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മുൻവർഷ ചോദ്യ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൈത്രി. ക്വസ്റ്റ്യൻ നമ്പർ 2. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തോമസ് പൈൻ എന്ന ആള് എഴുതിയ 47 പേജുള്ള ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റൗലറ്റ് നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, നുബ്ര. ഷിയോക്ക് നദിയുടെ ഒരു പോഷക നദിയാണ് നുബ്ര. അതേപോലെ തന്നെ ഈ ഷിയോക്ക് നദി എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ്. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദിയാണ് ഷിയോക്ക്, ഷിയോക്കിൻ്റെ പോഷക നദിയാണ് നുബ്ര. ക്വസ്റ്റ്യൻ നമ്പർ 5. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പശ്ചിമ ബംഗാൾ. കൊൽക്കത്ത ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന വിമാനത്താവളം. ക്വസ്റ്റ്യൻ നമ്പർ 6. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗൗരി പാർവതിബായി. പ്രാഥമികത്തിന്റെ പായും പാർവതിയുടെ പായും അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് പാർവതിബായി, ഗൗരി പാർവതിബായി. ക്വസ്റ്റ്യൻ നമ്പർ 7. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 8. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിദൂര സംവേദനം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ബാബാ ബുദാൻ. ഈ ബാബാ ബുദാൻ എന്നത് ഒരു സൂബി സന്യാസിയുടെ പേരാണ്. ഇദ്ദേഹമാണ് 1670 ഈ കാപ്പിയുടെ വിത്ത് കൊണ്ടുവന്ന് കർണാടകയിലെ ചന്ദ്രദ്രോണ മലനിരകളിൽ നട്ടത്. അതിനുശേഷം ഈ സ്ഥലം പിന്നീട് ബാബാ ബുദാൻഗിരി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാബാ ബുദാൻ. ഇത് കർണാടകയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, KM പണിക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 11. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, FPTP സമ്പ്രദായം. FPTPയുടെ ഫുൾ ഫോം ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വോട്ടിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥി വിജയിക്കുന്നു. നമ്മുടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം മുഖേനയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സുകുമാർ സെൻ. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇദ്ദേഹം 25ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, MKSS. MKSS എന്താണ്?
മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. ഇത് രാജസ്ഥാനിൽ ആരംഭിച്ച ഒരു സംഘടനയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാൽ ഡെങ്ക. മിസോ നാഷണൽ ഫ്രണ്ട് സ്ഥാപിച്ചത് ലാൽ ഡെങ്കയാണ്. എന്നാണ്? 1959. ക്വസ്റ്റ്യൻ നമ്പർ 15. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പുനരുപയോഗ യോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മേൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 17. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 226. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 32. ക്വസ്റ്റ്യൻ നമ്പർ 19. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3. അതായത് വിദ്യാഭ്യാസം, വനം. ഈ ലിസ്റ്റുകളെ കുറിച്ച് കഥ രൂപേണ നല്ല രീതിയിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു തവണ കണ്ടാൽ മതി, ആ ലിസ്റ്റുകളൊക്കെ നമുക്ക് നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അതേ രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 20. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, PK തുങ്കൻ കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 21. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം. പ്രസ്താവന 1 എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. ഈ 2 പ്രസ്താവനകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 22. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, എ മാത്രം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് എ മാത്രം. അതായത് പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് ചെലവുകൾ കൂട്ടുന്നു. ഇതാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായ പ്രസ്താവനകൾ കൂടി നോക്കാം. പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം 3ഉം. അതായത് എല്ലാ ജോഡികളും ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അതായത് വികസ്വര സമ്പദ് വ്യവസ്ഥയിലെ കാർഷിക മേഖലയിൽ കൃഷിക്ക് ആവശ്യമായതിൽ കൂടുതൽ ആളുകളെ പണിക്ക് നിയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ക്വസ്റ്റ്യൻ നമ്പർ 25. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 26. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചൂണ്ടേൽ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ്. അതേപോലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മാടക്കത്തറയാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. ചൂണ്ടൽ വയനാട് ജില്ലയിലാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 27. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എരിത്രോപൊയറ്റിൻ. അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥികളാണ്. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അൾഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ കോർട്ടെക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട, സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്നേഹസ്വാന്തനം. ക്വസ്റ്റ്യൻ നമ്പർ 29. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സാർസ്. ക്വസ്റ്റ്യൻ നമ്പർ 30. താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു ഭൂമി മാത്രം. 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 373 കെൽവിൻ. അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അതേപോലെ 212 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ് 373 കെൽവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0. ക്വസ്റ്റ്യൻ നമ്പർ 33. ആസ്പിരിൻ ഏത് ഇനം ഔഷധ വിഭാഗത്തിൽ പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അനാൾജസിക്കുകൾ. അനാൾജസിക്കുകൾ എന്ന് വെച്ചാൽ പൊതുവെ വേദന സംഹാരികളാണ്. ആന്റിപൈററ്റുകൾ എന്താണ്? ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിനുകളാണ്. അതേപോലെ അന്റാസിഡുകൾ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 34. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്യുവൽ സെൽ. ക്വസ്റ്റ്യൻ നമ്പർ 35. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കിലോഗ്രാം. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. പിണ്ഡം അളക്കുന്ന യൂണിറ്റ് ആണ് കിലോഗ്രാം. ക്വസ്റ്റ്യൻ നമ്പർ 36. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാർഡ് ഡിസ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 37. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 3, 4. അതായത് എക്സൽ, ജിംബ്. ഈ വിൻഡോസും ലിനക്സും എന്താണ്? വിൻഡോസും ലിനക്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസും ലിനക്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ എക്സലും ജിംസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബാൻഡ്വിഡ്ത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 39. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗൂഗിൾ. ക്വസ്റ്റ്യൻ നമ്പർ 40. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, IT ആക്ട് 66C. ക്വസ്റ്റ്യൻ നമ്പർ 41. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 4 എന്നിവ മാത്രം. അതായത് 1981 സ്ഥാപിതമായി
കേരളത്തിലെ സാംസ്കാരിക വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്നു? ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം എന്ന് പറയുന്നത് പി. നരേന്ദ്രനാഥിന്റെ നമ്പ്യൂരച്ഛനും മന്ത്രവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ മാത്രം. അതായത് 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. മൂന്നാമത്തേത് 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടന്നു. ഒന്നാമത്തെ പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1940 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റായ പ്രസ്താവനയാണ്. 1934 ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത്. അതേപോലെ 1930 കോമൺവെൽത്ത് എന്ന ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് നടന്നത്. 1930 കോമൺവെൽത്ത് എന്നറിയപ്പെടുന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഗെയിംസ് നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 43. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിൽ ഒന്നാമത്തെ പടയണിയുമായി ബന്ധപ്പെട്ടതാണ് തപ്പ്, തെയ്യവുമായി ബന്ധപ്പെട്ടതാണ് തോറ്റംപാട്ടുകൾ, മുടിയേറ്റുമായി ബന്ധപ്പെട്ടതാണ് കാളിദാരിക പുരാവൃത്തം, കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ് സംസ്കൃത നാടകം. ക്വസ്റ്റ്യൻ നമ്പർ 44. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 4 എന്നിവ മാത്രം. അതായത് മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. നാലാമത്തെ പ്രസ്താവന എന്താണ്? ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ നേടിയ മലയാള ചിത്രമാണ് ചെമ്മീൻ. ഇത് തെറ്റാണ്. 1954 നീലക്കുയിൽ എന്ന ചിത്രത്തിനാണ് രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ ആദ്യമായി ലഭിച്ചത്. സ്വർണ്ണ മെഡൽ നേടിയ ചിത്രമാണ് ചെമ്മീൻ. നീലക്കുയിൽ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടും പി. ഭാസ്കരനും കൂടി ചേർന്നിട്ടാണ്. മൂന്നാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാനാണ് PRS പിള്ളൈ. ക്വസ്റ്റ്യൻ നമ്പർ 45. ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ മാത്രം. അതായത് സ്തോത്രകൃതികൾ, കാൽപ്പനികത, ഖണ്ഡകാവ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 46. 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 4 എന്നിവ മാത്രം. അതായത് മിലാൻ, കോർട്ടിനാഡി ആംബസോ. ഏതൊക്കെയാണ്? 2026 ശീതകാല ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ. അതായത് ഇനിയും വരാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? മിലാൻ, കോർട്ടിനാഡി ആംബസോ. ക്വസ്റ്റ്യൻ നമ്പർ 47. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേത് സലിമ മുഗൻ സൻഹ, ഇവരുമായി ബന്ധപ്പെട്ടത് വനിതാ ഫുട്ബോൾ റഫറി. സലിമ മുഗൻ സൻഹയുമായി ബന്ധപ്പെട്ടത് വനിതാ ഫുട്ബോൾ റഫറി. അതേപോലെ ശാന്തിശ്രീ ധൂലിപ്പൊടി പണ്ഡിറ്റുമായി ബന്ധപ്പെട്ടതാണ് JNU വൈസ് ചാൻസലർ. അസിമ ചാറ്റർജിയുമായി ബന്ധപ്പെട്ടത് വനിതാ ശാസ്ത്രജ്ഞ മീരാബായ് ചാനു, ഒളിമ്പിക് മെഡൽ. ഇതാണ് ശരിയായ ജോഡി. ക്വസ്റ്റ്യൻ നമ്പർ 48. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ മാത്രം. അതായത് ഗ്ലാസ്ഗോ COP26. ക്വസ്റ്റ്യൻ നമ്പർ 49. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2. അതായത് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ.
നിലവിൽ നമ്മുടെ നാവികസേനാ മേധാവിയാണ് മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ. അതേപോലെ തന്നെ നമ്മുടെ എയർഫോഴ്സ് മേധാവിയാണ് എയർ ചീഫ് മാർഷൽ വി ആർ ചൗധരി. ക്വസ്റ്റ്യൻ നമ്പർ 50. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി താളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ മാത്രം. അതായത് ഗോരട്ടി വെങ്കണ്ണ കവിത. മാത്സിന്റെ ആൻസർ മാത്രം പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 51. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 53. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 54. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 55. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 56. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 57. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 58. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 59. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 60. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 61. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 62. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 63. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 64. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 65. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 66. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 67. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 68. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 69. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 70. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 71. Had he got an opportunity, he dash a film. The correct answer option C ആണ്. only 3. correct answer option C ആണ്. only 3. അതായത് would have directed. Question number 72. Nobody contacted me during my difficult times. Question tag ആണ്. The correct answer option B. Did they? Question number 73. The film show starts every day at 8 p.m. sharp. But today it didn't begin. The correct answer option A ആണ്. on time. Question number 74. Many a man dash asked me to quit this job. The correct answer option C ആണ്. has. Question number 75. Find out the sentence that is or are grammatically corrected. The correct answer option A ആണ്. only 2. അതായത് you were strictly instructed to write the answers in ink. Question number 76. Summer is the season dash all creatures on earth appear at their worst. The correct answer option C ആണ്. when. Question number 77. Stephen Hawking has made innumerable studies regarding dash universe. The correct answer option D ആണ്. the. Question number 78. The following sentence is a dash sentence. Owing to laziness, he could not accomplish his dreams. The correct answer option A ആണ്. simple. Question number 79. Ramesh is good at English and he prefers reading to. The correct answer option C ആണ്. writing. Question number 80. Change the voice. Someone has changed my attitude. The correct answer option A ആണ്. My attitude has been changed by someone. Question number 81. Find out the words that has or have the right spelling. The correct answer option C ആണ്. only 1 and 4. Question number 82. What is the meaning of the idiom have an axe to grind? The correct answer option A ആണ്. to have a strong opinion about something. Question number 83. Find out the synonym of the word ostensibly. The correct answer option D ആണ്. apparently. Question number 84. A valetudinarian is one. The correct answer option B ആണ്.
who is too anxious about his own health. Question number 85. Which word can be used as an antonym of extravagant? The correct answer option C ആണ് only 1 and 3. Correct answer option C ആണ് only 1 and 3. Frugal, thrifty. Question number 86. Dash punishment is banned in educational institutions. The correct answer option A ആണ് corporal. Question number 87. Meaning of the phrase Sunday is. The correct answer option D ആണ് indefinitely. Question number 88. Find out the plural of aquarium. The correct answer option B ആണ് only 2 and 4. Only 2 and 4. അതായത് aquaria, aquariums. Question number 89. I can always dash my friends in a crisis. The correct answer option A ആണ് count on. Question number 90. The word greenhouse is a dash word. The correct answer option D ആണ് compound. Question number 91. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? The correct answer option A ആണ് യൗവനം. Question number 92. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏത്? The correct answer option C ആണ് 3 മാത്രം. അതായത് ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാറുണ്ട്. Question number 93. Beat the iron when it is hot എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏത്? The correct answer option B ആണ് കാറ്റുള്ളപ്പോൾ പാറ്റുക. Question number 94. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം. The correct answer option D ആണ് പ്രേഷിതാവ്. Question number 95. ഇരുട്ട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം. The correct answer option C ആണ് നിടിലം. നിടിലം നെറ്റിയാണ്. Question number 96. ധീരൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? Correct answer option B ഭീരു. Question number 97. തത്വം പിരിച്ചെഴുതിയവയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. Correct answer option A ആണ് തത് പ്ലസ് ത്വം. Question number 98. കവി എന്ന നാമരൂപത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. Correct answer option D ആണ് കവയിത്രി. Question number 99. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണ പന്തൽ. The correct answer option C ആണ് കല്യാണത്തിനുള്ള പന്തൽ. Question number 100. താഴെ തന്നിട്ടുള്ളവയിൽ ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏത്? Correct answer option B ആണ് മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ. ഇതാണ് ശരിയായി ചിഹ്നം ചേർത്തിട്ടുള്ളത്. താങ്ക് യു.